കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളുടെ മുൻപിലെത്തുവാൻ കർത്താവ് എന്നെയും സഹായിച്ചതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവവചനത്തിൽ ചില പ്രിൻസിപ്പിളുകളുണ്ട്, അതിനെ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയണം. നമ്മുടെ അജ്ഞതയെ പിശാച് മുതലെടുക്കരുത്. കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ, ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ പണിയുവാനിടയാവട്ടെ. പിശാച് പലപ്പോഴും നമ്മളെ വഞ്ചിക്കുന്നതായ ആ മേഖലയിൽ നിന്നും നമുക്ക് പുറത്തു വരുവാൻ കഴിയട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ശ്രദ്ധയോടെ കേട്ടാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 38-ാമത്തെ വാക്യം. നമുക്ക് ആ വാക്യം ഒന്ന് ചേർന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യം. ആ വാചകം ഞാൻ വായിക്കുകയാണ്. നസ്രാനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും കൊണ്ടും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ടും സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. സൗരങ്ങളെ, അത്ഭുതങ്ങളുടെ ഏറ്റവും ആദ്യത്തെ രഹസ്യം എന്ന് പറയുന്നത്, അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, അത്ഭുതങ്ങളുടെ ഏറ്റവും ആദ്യത്തെ രഹസ്യം എന്ന് പറയുന്നത് ദൈവം നല്ലവനാണ് എന്നറിയുന്നത്. ഒരു ഹലോലേ പറഞ്ഞാട്ട്. വേദപുസ്തകം പറയുന്നത് ഒരു ഭാഷയിൽ കൂടെ വേറൊരു ഭാഗത്ത് വേദപുസ്തകം പറയുന്നത് അവൻ ദോഷങ്ങളാൽ നമ്മളെ പരീക്ഷിക്കുന്നില്ല. അടുത്തിരിക്കുന്ന ഒരാളോടും കൂടെ കൈ കൊടുത്തിട്ട് പറഞ്ഞ അവൻ എന്ത് ചെയ്യുന്നില്ല? ദോഷങ്ങളാൽ. എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾ ഒരാൾ പോലും രോഗിയായിരിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയേ അല്ല. എൻ്റെ കയ്യിലുള്ള വെള്ളപ്പാണ്ട് ദൈവത്തിന്റെ പ്ലാൻ അല്ല. ദൈവത്തിന് ഞാൻ പാണ്ഡുരോഗിയായിരിക്കുന്നത് ഇഷ്ടമല്ല. നിങ്ങളുടെ ശരീരത്തിലുള്ള ക്യാൻസർ അത് ദൈവത്തിന്റെ പ്ലാൻ അല്ല. ദൈവത്തിന് നിങ്ങൾ ക്യാൻസർ രോഗിയായിരിക്കുന്നത് ഇഷ്ടമല്ല. നിങ്ങളിലുള്ള ഡയബറ്റിക് അത് ദൈവത്തിന്റെ ഉദ്ദേശമല്ല. നിങ്ങൾ ദൈവമാണ് എനിക്ക് ഡയബറ്റിക് തന്നതെന്നുള്ള ചിന്തയിൽ നിന്ന് പുറത്തു വരണം. നിങ്ങളിലായിരിക്കുന്ന ഒരു രോഗവും ദൈവത്തിന്റെ ഉദ്ദേശമല്ല. ഒരു തകർച്ചയും ദൈവത്തിന്റെ ഉദ്ദേശമല്ല. ദൈവത്തിന്റെ ഉദ്ദേശം യേശു കർത്താവിലൂടെയാ ദൈവം നമുക്ക് വെളിപ്പെടുത്തിയത്. നമ്മൾ ആ വായിച്ച വാചകം ശ്രദ്ധിച്ചാട്ടെ. അവിടെ എഴുതിയിരിക്കുക, നസ്രാനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തും ദൈവം അവനോട് കൂടി ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും കൊണ്ട്. അപ്പൊ ദൈവം ഒരാളുടെ കൂടെ കൂടിയാൽ അയാൾക്ക് എന്തോ ഉണ്ടാകും എന്നാ പറയുന്നത്? നന്മയുണ്ടാകും. എല്ലാ കരവും ഉയർത്തിട്ട് പറഞ്ഞ്, ദൈവം ഒരാളുടെ കൂടെ ചലിക്കാൻ തുടങ്ങിയാൽ അയാൾക്ക് എന്തോ ഉണ്ടാകാൻ തുടങ്ങും? നന്മയുണ്ടാകും. ഹല്ലേലൂയ. അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിച്ച്, നന്മയുണ്ടാക്കുകയും, അടുത്ത വാചകം പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കുകയും. എന്ന് പറഞ്ഞാൽ പിശാചിനാൽ ഉപദ്രവിക്കപ്പെട്ട സകലരെയും യേശു ഒരാളുടെ കൂടെ കൂടിയാൽ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാനായി തുടങ്ങും. വണ്ടർഫുൾ ജീസസ്. ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത് ഞാൻ പറഞ്ഞ വാചകം, ഈ ദൈവം നിങ്ങൾക്ക് ദോഷങ്ങളാൽ അല്ലെങ്കിൽ ദൈവം നിങ്ങളെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല. എന്നോടൊപ്പം ഒന്ന് പറയാവോ, എന്റെ പ്രശ്നം ദൈവം തന്ന പ്രശ്നമല്ല. ഉറക്കെ പറ. രണ്ടുപേരോടെങ്കിലും കൈ എടുത്തിട്ട് പറ, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും തന്നെയും ദൈവം എനിക്ക് തന്നതല്ല. ഹല്ലേലൂയ. അത് നിങ്ങളുടെ അകത്ത് കയറിയോ, വരുന്നോ, മനസ്സിലാകുന്നോ? ഒന്നും കൂടെ ഒന്ന് പറഞ്ഞാട്ടെ എന്നോടൊപ്പം കരമുയർത്തിയിട്ട്, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നുപോലും ദൈവം എൻ്റെ ജീവിതത്തിൽ വെച്ചതല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ മീറ്റിങ്ങിന്റെ ആരംഭത്തിൽ പറഞ്ഞൊരു വാചകം ഓർമ്മിക്കുന്നുണ്ടോ? ശ്രദ്ധിച്ചേ. ഒരു മനുഷ്യന്റെ കയ്യിലുണ്ടായിരുന്ന മഴു തെറിച്ചുപോയി. ആ മഴു പോയിട്ട് ഒരു വെള്ളത്തിൽ വീണു. ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. അയാൾക്ക് നീന്തൽ അറിയത്തില്ല. അത് വായ്പ വാങ്ങിയതായിരുന്നു. അത് വെള്ളത്തിൽ പോയി. ഒരു പക്ഷേ ചെളിക്കകത്തും അഴുന്നു പോയെന്ന് വരാം. പക്ഷെ സ്വർഗം ചെയ്ത എന്നറിയോ? ആ വായ്പ വാങ്ങിയ മനുഷ്യനോട് ചോദ്യം ചോദിക്കുകയൊന്നുമല്ല ചെയ്തത്. നീ എന്തിനാ വായ്പ വാങ്ങിയതുകൊണ്ടല്ലേ ഈ കഷ്ടപ്പാടുണ്ടായേ എന്ന് ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. ആ മനുഷ്യനെ നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുക്കുകയാ ചെയ്തേ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. നോക്ക, ഒരു പ്രവാചകന്റെ ശിഷ്യ അവന്റെ അടുക്ക വന്ന് നിലവിളിക്കുക, എന്റെ കടക്കാർ എന്നെ പിടിച്ചു, എന്റെ മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ പോവുക. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കുക, എന്തിനാ ഇയാൾ കടം മേടിച്ചേ? കടം മേടിച്ചോണ്ടല്ലേ മക്കളെ പിടിച്ചോണ്ട് പോകാൻ പോയത്. ദൈവത്തെ അറിയുന്ന ആളുകൾ കടം മേടിക്കരുത് എന്ന് പറഞ്ഞ പോരെ?
ഞാനാണെങ്കിൽ പറഞ്ഞേനെ, എൻ്റെ കൂടെ ശുചിയുടെ വിലയ്ക്ക് ഇറങ്ങിയിട്ട് നാട്ടിൽ മുഴുവൻ കടം മേടിച്ചിട്ട് ഞാൻ എന്നെ സഹായിക്കാനാ? ആദ്യം കടം മേടിക്കാതെ പോയിരുന്നു പ്രാർത്ഥിക്കണമായിരുന്നു. പ്രാർത്ഥിച്ചാൽ ദൈവം ആ കടം മേടിക്കാതെ സഹായിക്കുമായിരുന്നു. ഇനി നാട്ടിൽ നിന്ന് മുഴുവൻ കടം മേടിച്ചിട്ട് എന്നാ ദൈവത്തിന് ചെയ്യാനാ? ആദ്യം നീ ചെയ്ത തെറ്റിനെ സമ്മതിക്ക് എന്ന് പറഞ്ഞ് ഞാൻ ഉപദേശിക്കാൻ തുടങ്ങിയേനെ. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? ഞാനങ്ങനെ ചെയ്യാൻ വഴിയുള്ളൂ. പക്ഷെ പ്രവാചകൻ അങ്ങനൊന്നും പറഞ്ഞില്ലെന്നേ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്തുകൊണ്ട് പറഞ്ഞില്ലെന്ന് നിങ്ങൾക്കറിയാവോ? എനിക്കൊരു കാര്യം മനസ്സിലായി എന്തുകൊണ്ടാണ് പറഞ്ഞിട്ടില്ല എന്ന്. ആ പറയാത്തതിന്റെ കാരണം ഇന്ന് എനിക്കറിയാം. പറയാത്തതിന്റെ കാരണം താൻ ഇപ്പോൾ വന്നു നിൽക്കുന്നത് ഒരു അത്ഭുതത്തിന് വേണ്ടിയാ ദൈവത്തിൽ നിന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് അതൊന്നും പറയാഞ്ഞത്. തൻ്റെ ജീവിതത്തിൽ അബദ്ധമോ സുബദ്ധമോ തനിക്ക് പറ്റിയ തെറ്റോ അതിനേക്കാൾ എല്ലാം ഉപരി താൻ ആശ്രയിക്കുന്ന ദൈവത്തിനെ താനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായി രക്ഷിക്കാൻ പറ്റുമെന്ന ബോധ്യമാണ് അവനെ അവിടെ എത്തിച്ചിരിക്കുന്നത്. കമോൺ, കൈ അടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്, ശബ്ദം ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ഒരു ആമേൻ പറയാവോ? നോക്ക, ദൈവം എന്നാ ചെയ്തു എന്നാ വായിക്കുന്നേ. വേദപുസ്തകം പറയുന്നത് അവനെ നഷ്ടപ്പെട്ടത്, ശ്രദ്ധിച്ചു കേട്ടാട്ടെ, അവന്റെ മക്കളെ പിടിച്ചു കൊണ്ടുപോകാൻ പോകുന്ന സ്ഥിതിയിൽ നിന്ന് പൂർണ്ണമായി അവനെ രക്ഷിച്ചു. രക്ഷിക്കുക മാത്രമല്ല ചെയ്തത് കേട്ടോ, ആ എണ്ണ വിറ്റിട്ട് അവരുടെ ജീവിതം മുഴുവൻ ഉപജീവനത്തിലേക്ക് വന്നു. എന്ന് പറഞ്ഞാൽ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കുക മാത്രമല്ല, അവരുടെ ലൈഫ് ലോങ്, അവരുടെ ജീവിതകാലം മുഴുവൻ സമൃദ്ധിയിൽ ജീവിക്കാനുള്ള ഒരു വഴി കൂടെ അതിന്റെ കൂട്ടത്തിൽ തുറന്നു കൊടുക്കുവാനിടയായി. ആ ദൈവത്തെയാ നമ്മൾ പറയുന്നത് ദൈവം എന്ത് ചെയ്തു? എനിക്ക് ദോഷം തന്നു. ആ ദൈവത്തെയാ നമ്മൾ എന്ത് പറയുന്നത്? ദൈവം എനിക്ക് തകർച്ച അനുവദിച്ചു. ആ ദൈവത്തെയാ നമ്മൾ പറയുന്നത് രോഗങ്ങൾ തന്നു, പ്രശ്നങ്ങൾ അനുവദിച്ചു. സൗരങ്ങളെ, നിങ്ങൾ എത്ര വലിയ പ്രശ്നത്തിലായിരുന്നാലും അതിൽ ആ പ്രശ്നം ഉളവാക്കിയത് എൻ്റെ ദൈവമല്ല. നിങ്ങളുടെ മഴ നഷ്ടമാകാൻ ഇടയാക്കിയത് എൻ്റെ ദൈവമല്ല. അടുത്തിരിക്കുന്ന രണ്ടുപേരോടെങ്കിലും കൈ കൊടുത്തിട്ട് പറഞ്ഞേ, നിന്റെ ഉപജീവന മാർഗം നഷ്ടമാക്കിയത് എൻ്റെ ദൈവമല്ല. ഓ കബസലറിയാതലബ. ഹല്ലേലൂയ. നിന്റെ വസ്തു കടപ്പെടുവാൻ ഇടയാക്കിയത് എൻ്റെ ദൈവമല്ല. പറഞ്ഞാട്ടെ, എൻ്റെ വസ്തു എന്ത് ചെയ്തത്? നിന്റെ മകളോ മകനോ തെറ്റിപ്പോയത് എൻ്റെ ദൈവത്തിന്റെ പ്ലാൻ അല്ല. നീ രോഗിയായത് എൻ്റെ ദൈവത്തിന്റെ ഉദ്ദേശമല്ല. എന്നാൽ ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള ഉദ്ദേശം പറയട്ടെ. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾ സൗഖ്യം വന്നിരിക്കുന്നു. അവൻ മരിച്ചതുപോലും നിങ്ങൾ രോഗസൗഖ്യത്തിലേക്ക് വരേണ്ടതിനു വേണ്ടിയാ. അവൻ ദാരിദ്ര്യം അനുഭവിച്ചതുപോലും ഞാൻ സമ്പന്നത അനുഭവിക്കാൻ വേണ്ടിയാ. എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് അനുഭവിക്കുന്നതൊന്നും ഞാൻ അനുഭവിക്കാതിരിക്കേണ്ടതിനാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. നിങ്ങൾ എൻ്റെ ഒപ്പം എത്തി എങ്കിൽ ഒന്നും കൂടെ പറഞ്ഞാട്ട്, ദൈവം എനിക്ക് തിന്മകളാൽ ഒന്നും പരീക്ഷ തരുന്നില്ല. പറഞ്ഞാട്ടെ, തിന്മകളാൽ പരീക്ഷിക്കുന്നില്ല. ഒന്നും കൂടെ പറഞ്ഞാട്ടെ. നിനക്ക് ദൈവം തരുന്ന ഓഹരിയല്ല ഓപ്പറേഷൻ. ദൈവം തരുന്ന ഓഹരിയല്ല മുഴ. ദൈവം തരുന്ന ഓഹരിയല്ല കാഴ്ചക്കുറവ്. ദൈവം തരുന്ന ഓഹരിയല്ല മറ്റു വലുത്. അതൊന്നും ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ളതല്ല. വണ്ടർഫുൾ ശേഷം പിന്നെ ആരാ ഈ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത്? നമുക്കൊരു വാക്യത്തിലേക്ക് ഒന്ന് വായിക്കാം. വളരെ സിമ്പിളായ ഒരു വാക്യം, യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 10-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളം വരുന്നില്ല. നമുക്കറിയാവുന്ന വാചകമാണ്. ഒന്നും കൂടെ ഒന്ന് വായിക്കാം എന്നോട് കൂടെ. ആ വാചകം എഴുതിയിരിക്കുക, മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അടുത്ത വാചകം, അവർക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനോ അത്രേ ഞാൻ വന്നത്. രണ്ട് വ്യക്തികളെ ദൈവം അവതരിപ്പിക്കുക. ഒന്ന്, യേശുവിനെ കുറിച്ച് പറയുക, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നത് ജീവൻ തരുവാനും അത് സമൃദ്ധിയായിട്ട് തരുവാനുമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുവാനും അത് സമൃദ്ധിയായി അനുഗ്രഹിക്കുവാനുമാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത്. ഒരാളോട് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, യേശു വന്നത് സമൃദ്ധിയെ അനുഗ്രഹിക്കുവാനും സമൃദ്ധിയായി അനുഗ്രഹിക്കുവാനാണ്. ആ കരം ഉയർത്തി എന്ന് പറഞ്ഞ്, യേശു വന്നത് എന്നെ അനുഗ്രഹിക്കുവാനും സമൃദ്ധിയായി അനുഗ്രഹിക്കുവാനും. ഒന്നും കൂടെ പറഞ്ഞാട്ടെ, യേശു വന്നത് ജീവൻ തരുവാനും സമൃദ്ധിയായി തരുവാനും.
ഓ ഹല്ലേലൂയ. എന്നാൽ വേദപുസ്തകം വേറൊരാളെ കുറിച്ച് പറയുന്നുണ്ട്, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനാണ്. ഒന്ന് പറയാവോ? കള്ളൻ വരുന്നത് എന്തിനു വേണ്ടിയാ? മോഷ്ടിക്കാൻ. അപ്പൊ മോഷണം എന്ന് പറയുന്നത് പിശാചിന്റെ സൂത്രമാണ്, പിശാചിന്റെ തന്ത്രമാണ്, പിശാചാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെടുന്നുവെങ്കിൽ അതിന്റെ കാരണം യേശുവല്ല, പിശാചാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തകർച്ചയുണ്ടെങ്കിൽ അതിന്റെ കാരണം യേശുവല്ല, അതിന്റെ കാരണം പിശാചാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്, ശബ്ദഹൃദയ ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പൊ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഏതെങ്കിലും നഷ്ടത്തിന്റെ കാരണം അത് ദൈവമല്ല, പിശാചാണ്. ഒരു വാക്യം കൂടെ വായിക്കാം. യോഹന്നാന്റെ ലേഖനം, നമ്മൾ സുവിശേഷം നമ്മൾ വായിച്ചത്. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരാം. അതിന് 15-ാം അധ്യായം എടുക്കാം. 9-ാമത്തെ വാക്യം വായിക്കാം. അവിടെ എഴുതിയിരിക്കുക, ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എൻ്റെ ആശ അവരാൽ പൂർത്തിയാകും, ഞാൻ എൻ്റെ വാളൂരും, എൻ്റെ കൈ അവരെ നിഗ്രഹിക്കുമെന്ന് ശത്രു പറഞ്ഞു. ശത്രുവിന്റെ ആഗ്രഹം, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 9-ാമത്തെ വാചകം. ശത്രുവിന്റെ ആഗ്രഹം അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? കൊള്ളയടിക്കും. എല്ലാവരും പറഞ്ഞ എന്നാ ചെയ്യും? കൊള്ളയടിക്കും. അപ്പൊ ശത്രു നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ എന്നാ ചെയ്യും? കൊള്ളയടിക്കും. എന്ന് പറഞ്ഞാൽ അപഹരിക്കും, മോഷ്ടിക്കും. ഓ ഹല്ലേലൂയ. എന്നോടൊപ്പം പറഞ്ഞാട്ടെ, ശത്രു എൻ്റെ വീട്ടിലേക്ക് വന്നാൽ എന്നാ നടക്കും പറഞ്ഞേ? കൊള്ളയടിക്കും. ഓ ഹല്ലേലൂയ. എന്ന് കൊള്ളയടിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഓ, നിങ്ങളുടെ വീട്ടിലെ വിറകെടുത്തോണ്ട് അവൻ പോകത്തില്ല, നിങ്ങളുടെ വീട്ടിലെ വിലപിടിപ്പുള്ളതെല്ലാം അവൻ കൊണ്ടുപോകും. നിങ്ങൾക്ക് വിലയുണ്ട് എന്ന് തോന്നുന്ന ഒരെണ്ണം പോലും ഇട്ടേക്കാതെ അപഹരിക്കുന്നതിനെയാണ് കൊള്ളയടിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ശത്രു വന്നാൽ നിങ്ങളുടെ വീട്ടിൽ എന്താ ചെയ്യാൻ പോകുന്നത്? മോഷ്ടിക്കും. യേശു പറഞ്ഞു മോഷ്ടിക്കും. എന്നാൽ പുറപ്പാട് പറഞ്ഞത് നിന്റെ വീടിനെ മോഷ്ടിക്കുക മാത്രമല്ല, അത് കൊള്ളയടിക്കും. എന്ന് പറഞ്ഞ സകലതും അപഹരിക്കും. യേശു തന്നെ ശുശ്രൂഷയിലെ ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞു. അതിന് 30-ാമത്തെ വാക്യം. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുകയായിരുന്നു. അവൻ വഴിയിൽ വെച്ച് കള്ളന്മാരുടെ കൈകളിൽ അകപ്പെട്ടു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നു എന്നാണ് വിചാരിക്കുന്നത്. ലൂക്കോസ് 10:30-ാമത്തെ വാക്യം. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിക്കാവോ? അവനെ വസ്ത്രം അഴിച്ചു മാറ്റി. എല്ലാവരും ആ വാചകം ഒന്ന് പറഞ്ഞാട്ടെ. എന്നാ ചെയ്തു? വസ്ത്രം അഴിച്ചു മാറ്റി. കള്ളന്മാർ ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം, അവൻ നിങ്ങളുടെ വസ്ത്രം അഴിച്ചു മാറ്റും. ഞാൻ ആദ്യം പറഞ്ഞു മോഷ്ടിക്കും, രണ്ടാമത് പറഞ്ഞു, എന്നെ ശ്രദ്ധിക്കണേ, കൊള്ളയടിക്കും, മൂന്നാമത് പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോ, നിങ്ങളുടെ വില പിടിച്ചത്, നിങ്ങളുടെ വസ്ത്രം അഴിച്ചു മാറ്റും. വസ്ത്രം അഴിക്കുക മാത്രമല്ല, നിന്നെ മുറിവേൽപ്പിക്കും. ഓ ഹല്ലേലൂയ. അപ്പൊ കള്ളന്റെ പ്രത്യേകതകളിൽ ഒന്ന്, അവൻ നിന്റെ വീട്ടിലെ നന്മകൾ അപഹരിക്കും, അവൻ നിങ്ങളുടെ വീടിനെ കൊള്ളയടിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കഴിഞ്ഞില്ല, അവൻ നിന്റെ വീട്ടിലേക്ക് വന്നാൽ നിന്റെ വസ്ത്രങ്ങൾ അപഹരിക്കും. ഓ, അതൊന്ന് അല്പനേരം വിശദീകരിക്കേണ്ട കാര്യമാണ്. കള്ളൻ നിന്റെ വീട്ടിലേക്ക് വന്നാൽ വസ്ത്രം അപഹരിക്കും. നിന്റെ വസ്ത്രം അപഹരിക്കാൻ നീ ആദ്യം നിനക്ക് സംഭവിക്കാൻ പോകുന്നത്, നീ നഗ്നനാകും. വണ്ടർഫുൾ ജീസസ്. അതൊന്ന് വിശദീകരിക്കേണ്ട കാര്യമാണ്. നിന്റെ നഗ്നത ലോകമറിയും. ഇമോഷനിലാകാം, അല്ലെങ്കിൽ ഇമോറലാകാം, ഏതായിരുന്നാലും നിന്റെ വസ്ത്രം മാറ്റിയാൽ നിന്റെ നഗ്നത ലോകമറിയും. നിന്റെ നഗ്നത ലോകമറിയുന്നത് വാസ്തവത്തിൽ ദൈവത്തിന്റെ പരിപാടിയല്ല, അത് ശത്രുവിന്റെ പരിപാടിയാ. അവൻ നിന്റെ വസ്ത്രം അപഹരിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത്. നിന്റെ വീട് നാണം കെട്ടായിരിക്കുന്നതെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ ഇതിനകത്ത്? എന്റെ വീടിന്റെ പേര് പോയി ബ്രദറെ എന്ന് പറയാനവരാരെങ്കിലും ഉണ്ടോ? എന്റെ വീട് തലകുനിഞ്ഞായിരിക്കുന്നെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? അത് എന്റെ ദൈവത്തിന്റെ പരിപാടിയല്ല. കള്ളൻ വന്നാൽ നിന്റെ വസ്ത്രം അഴിച്ചു മാറ്റും, നിന്നെ നാണം കെടുത്തുക എന്നത് അവന്റെ പരിപാടിയാ. ഒന്ന് കൈയടിച്ചുടി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചേർന്ന് കൈയടിച്ചുടി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ എന്തിനാ ഈ പറയുന്നെന്ന് പറയാം. ഇത് കള്ളന്റെ കഥ പറയാനല്ല ഞാൻ നിൽക്കുന്നത്. എന്തൊക്കെയാണോ കള്ളൻ ചെയ്തത് അത് മുഴുവൻ മടക്കിത്തരാൻ കഴിയുന്ന ഒരു സ്വർഗത്തെയാ ഇന്ന് ഞാനും നിങ്ങളും സേവിക്കുന്നത്. ചേർന്ന് കൈയടിച്ചുടി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ ഇപ്പോഴായിരിക്കുന്ന സകല തകർച്ചയ്ക്കും കാരണം പിശാചാണ്. അതൊരിക്കലും ദൈവത്തിന്റെ പദ്ധതിയല്ല. ദൈവം വന്നത് സകല വിധത്തിലും നമ്മെ അനുഗ്രഹിക്കുവാനാണ്. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവജനത്തിൻ്റെ ബലത്തിൽ നമുക്ക് ഓരോരുത്തർക്കുമായിരിക്കാം. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം.
ഈ സഹോദരിയുടെ പേര് സിസിലി എന്നാണ്, കാക്കനാട് നിന്ന് വരുന്നു. രണ്ട് വളരെ വലിയ അത്ഭുത സാക്ഷ്യങ്ങളുമാണ് സഹോദരി നിൽക്കുന്നത്. ആദ്യത്തെ സാക്ഷ്യം അത് സഹോദരിയുടെ മകൻ സജിൻ സണ്ണിക്ക് വേണ്ടിയിട്ടാണ്. അവന് BBA എക്സാമിന് പരീക്ഷ നടക്കുന്ന സമയത്ത് അതിശക്തമായ പനിയും തലവേദനയുമായിരുന്നു. പരീക്ഷ എഴുതാൻ കഴിയില്ല എന്നാണ് അവർ കരുതിയിരുന്നത്. അഞ്ജലി വിളിച്ചു പ്രാർത്ഥിച്ച ഫലമായി ആ നിമിഷം പനി അവന് വിട്ടുപോയി എന്ന് മാത്രമല്ല, ആ പരീക്ഷ അവൻ വളരെ ഉയർന്ന മാർക്കോടുകൂടി പാസ്സായി എന്നുകൂടി സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്. എക്സാമിന്റെ സമയത്ത് മകനെ പനിയായി പോയി. തലവേദനയും ഒട്ടും വയ്യായിരുന്നു. അവനങ്ങ് പോകാൻ വയ്യെന്ന് എന്നോട് വിളിച്ച് പറഞ്ഞു. ഞാനിപ്പോൾ നമ്മുടെ പ്രെയർ സെൻറ്ററിൽ വിളിച്ച് പറഞ്ഞു, മോൻ ഇന്ന പോലെ പനിയാണ്, അതല്ലേ അക്കൗണ്ടൻസി ഭയങ്കര പ്രയാസമാണ് അമ്മ, ഞാൻ എങ്ങനെയാണ് എഴുതുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോ, ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാലും അവനൊരു സംശയം. അത്രയും നാളും 3-4 പരീക്ഷ കഴിഞ്ഞു, പക്ഷേ ഇതിന് എങ്ങനെ എഴുതുന്നത്? ഞാൻ പറഞ്ഞു, മോനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ എറണാകുളത്തെ പ്രെയർ സെൻറ്ററിൽ വിളിച്ച് പറഞ്ഞു, ചെറിയാൻ ബ്രദർ പറഞ്ഞു സാരമില്ല, ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. അന്നേരം തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്തു. അവനെ പരീക്ഷ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ്റെ ശരീരം വിയർത്തു. ഹല്ലേലൂയ. അമ്മ പറയുന്ന കേട്ട് തൻ്റെ മകനെ പരീക്ഷയ്ക്ക് പോലും പോകാൻ കഴിയാത്ത വിധത്തിൽ പനി വന്ന് വളരെയധികം ഭാരപ്പെട്ടു. പക്ഷെ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചത് 10 മിനിറ്റിനകം പനി മാറി, പരീക്ഷ നന്നായിട്ട് എഴുതി. ഓ, 2 കരങ്ങളും അടിച്ച് സ്തുതിച്ചേ. പരീക്ഷ എഴുതിയത് മാത്രമല്ല, ഡിസ്റ്റിങ്ഷനോടുകൂടെ പാസ്സാവാൻ കർത്താവ് കൃപ നൽകി. ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്. ഈ സഹോദരിക്ക് ഒരു കൈ കൊണ്ട് അനക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വേദനയായിരുന്നു. ഇവിടെ ടൗൺ ഹാളിൽ വന്ന് പ്രാർത്ഥിച്ച ഫലമായി അന്നേക്കെന്ന് തന്നെ വിടുതൽ കിട്ടിയതിന്റെ അത്ഭുത സാക്ഷ്യം കൂടി 2 അത്ഭുത സൗഖ്യമുണ്ട്. കൈ പൊക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ ബാം പുരട്ടിയതല്ല, ഒന്നും ചെയ്തില്ല. എത്ര നാൾ കൊണ്ട് കൈ പൊക്കാൻ പറ്റത്തില്ലായിരുന്നു? ഉള്ളായിരുന്നു. പക്ഷെ ഭയങ്കര പുറത്തോട്ട് എടുക്കാൻ വയ്യ, ഒന്നും ചെയ്യാൻ വയ്യ. മോള് ബാം ഇട്ട് തിരുമ്മി. ഞാൻ പറഞ്ഞു, മോനെ എനിക്കൊന്നും ചെയ്യണ്ട, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. ഞാൻ അഞ്ജലി വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയില്ല എനിക്ക്. ഞാൻ കഴിഞ്ഞ മാസം അവിടെ വന്നു ജൂലൈയിൽ, പക്ഷെ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല, എന്ന് സമയമില്ലായിരുന്നു. ഞാൻ അവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് കൈക്ക് ഒരു കുഴപ്പമില്ല. 2 കരങ്ങൾ പഠിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൈ പൊക്കാൻ പറ്റത്തില്ലായിരുന്നു, ഭയങ്കര വേദനയായിരുന്നു അല്ലേ? അത് പൂർണ്ണമായിട്ട് യേശു സൗഖ്യമാക്കി. ഈ സഹോദരിയുടെ പേര് സാലി എന്നാണ്, മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നു. ഇതും വളരെ വലിയൊരു അത്ഭുത സാക്ഷ്യം ഇവരുടെ സഹോദരന്റെ മകൻ അജിത്തിന് വേണ്ടി പറയാൻ വന്നിരിക്കുകയാണ്. ദൈവം നമ്മുടെ ഭാവിയെ എത്രമാത്രം കരുതുന്നു. സഹോദരന്റെ മകന് 58% മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. 8-ാം ദിവസം അത്ഭുതകരമായിട്ട് അവന് നിർമ്മല കോളേജ് അഡ്മിഷൻ കിട്ടിയെന്നാണ് ഇവർ സാക്ഷ്യപ്പെടുന്നത്. പ്രാർത്ഥന ഫലമായിട്ട് കോളേജിൽ അഡ്മിഷൻ കിട്ടി. എന്താ സംഭവിച്ചത് പറഞ്ഞു? കൊച്ചിന് 58% മാർക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവന് അഡ്മിഷൻ കിട്ടില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചത് BCom-ന്. അപ്പം ഞങ്ങൾ അവൻ്റെ മഹാരാജാസിലും നിർമ്മല കോളേജിലും തൊടുപുഴ ന്യൂമാൻ കോളേജിലും കൊടുത്തു. അപ്പോൾ കൊച്ചിന് അവന് ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ മഹാരാജാസിൽ കിട്ടിയില്ല. 2ാമത്തെ അലോട്ട്മെൻറ്റ് വരാനിരിക്കുമായിരുന്നു. അന്നേരം ഞാൻ അവനെ പറഞ്ഞു, മോനെ, അവൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. അപ്പം ഞാൻ വന്നു, അവനെ കൂട്ടിക്കൊണ്ട് വന്നു. ഞങ്ങൾ ആ മധ്യത്തിലിരിക്കുക. അപ്പോൾ കൊച്ചനോട് പറഞ്ഞു, ആഗ്രഹിച്ച കോളേജ് കിട്ടിയില്ല മഹാരാജാസിൽ. ഞാൻ പറഞ്ഞു വേണ്ട, എന്നാലും നല്ല 2 കോളേജ് ഉണ്ടല്ലോ, അതിലേതെങ്കിലും ദൈവം തരും, നീ പ്രാർത്ഥിച്ചോ, നല്ലപോലെ പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. 2nd അലോട്ട്മെൻറ്റിൽ 8ാമത്തെ ദിവസം അവന് നിർമ്മല കോളേജിൽ 2 കരങ്ങളും പഠിച്ച് കർത്താവിനെ സ്തുതിച്ചേ. പ്രാർത്ഥനയ്ക്ക് അതിന് ഉത്തരമുണ്ട്. ആഗ്രഹിച്ചതുപോലെ തന്നെ കർത്താവ് സഹോദരൻ്റെ മകനെ ചെയ്തു അല്ലേ? ഈ സിസ്റ്ററുടെ പേര് ലൈല, പിന്നെ സീരിയൽ നമ്പർ 4, ആലുവയിൽ നിന്ന് വരുന്നു. അവരുടെ മകൻ്റെ കല്യാണം കഴിഞ്ഞത് വളരെ വിഷമമായിരുന്നു. കല്യാണം കഴിയാൻ ബുദ്ധിമുട്ടായിരുന്നു. 5 വർഷമായിട്ട് അവർ അതിനു വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ അവർ ഡെലിവറൻസ് ക്യാമ്പിൽ ഫെബ്രുവരിയിൽ പോയി. അവിടെ വെച്ച് പറഞ്ഞു, പിന്നെ നമ്മൾ കാണുന്നേക്കാളും ആളുകൾ അതിശയിക്കത്തക്ക വിധത്തിൽ അമ്മയുടെ മകൻ്റെ കല്യാണം കഴിയുമെന്ന് പറഞ്ഞിരുന്നു. അവർ അത് വിശ്വസിച്ചു. ഫെബ്രുവരി 17-ാം തീയതി മകൻ്റെ കല്യാണം അവർ പറഞ്ഞതുപോലെ വളരെ ആർഭാടമായി നടന്നു. വിവാഹം മനോഹരമായിട്ട് നടന്നു. 5 വർഷമായിട്ട് വിവാഹം ആലോചിക്കുകയായിരുന്നു. വിവാഹം ആലോചിച്ചിട്ട് നടക്കുന്നുണ്ടായില്ല. അപ്പോൾ ഞാനിവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന കാരണം കല്യാണമൊന്നും നടക്കൂല എന്നൊക്കെയാണ് മക്കളും ബന്ധുക്കളൊക്കെ പറഞ്ഞത്. ക്രിസ്ത്യാനികളെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നതുകൊണ്ട് മോന് കല്യാണക്കാരി നടക്കൂല. അപ്പം ഞാൻ വിശ്വസിച്ച് ജോൺ ദാരി ബ്രദറെ TV-യിൽ മെസ്സേജ് കണ്ടു. പ്രാർത്ഥനയ്ക്ക് വരുന്നവരെ പരിഹസിക്കുന്നവരെ കുടുംബത്ത് അത്ഭുതകരമായിട്ട് ദൈവം 2 കരകൾ പഠിച്ച് കർത്താവിനെ സ്തുതിച്ച്. അമ്മ പറയുന്നത് കേട്ടോ, പള്ളിക്ക് പോകുന്നത് കൊണ്ട് കല്യാണം നടക്കത്തില്ലെന്ന് പറഞ്ഞവരുടെ മധ്യേ ദൈവം അത്ഭുതം ചെയ്തു. ചിന്തിച്ചതിനേക്കാൾ അപ്പുറമായിട്ട് വിവാഹം നടന്നു അല്ലേ? പിന്നെ ആ ഓഡിറ്റോറിയത്തിലെ ഓണർ പറയണു, ഇവിടെ പണക്കാരും കോടീശ്വരന്മാരും കല്യാണം കഴിക്കുന്നുണ്ട്, ഇതുപോലെ ഒരു കല്യാണം അടുത്തൊന്നും നടന്നിട്ടില്ല. എത്ര വലിയ അത്ഭുതമാണ് അമ്മയ്ക്ക് വേണ്ടി കർത്താവ് ചെയ്തത്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. കൈ കൊടുത്തെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ മാനിക്കുന്ന ദൈവമുണ്ട്.
എറണാകുളം പബ്ലിക് മീറ്റിംഗ് സീരിയൽ നമ്പർ 9. ഓക്കെ. ഈ സിസ്റ്ററുടെ പേര് കുമാരി എന്നാണ്. വൈക്കത്തു നിന്നാണ് സിസ്റ്റർ വരുന്നത്. സിസ്റ്റർക്ക് പറയാനുള്ള 3 പ്രധാനപ്പെട്ട സാക്ഷ്യമാണ്. ആദ്യമായിട്ട് സിസ്റ്റർക്ക് ഡിസ്കിന്റെ കംപ്ലൈന്റ് മൂലം തീരെ നടക്കാൻ വയ്യായിരുന്നു, കിടപ്പ് തന്നെയായിരുന്നു. അങ്ങനെ കിടന്നുകൊണ്ടിരുന്ന സമയത്ത് TV സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്നു. കൂടാതെ പ്രയർ സെന്ററിലും വിളിച്ച് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി ഒരാഴ്ച കിടന്നിരുന്ന സിസ്റ്റർ ഇപ്പൊ സുഖമായി എഴുന്നേറ്റ് നടക്കുന്നതാണ് സിസ്റ്റർ ആദ്യത്തെ സാക്ഷ്യം. ഡിസ്കിന് തേയ്മാനമായിരുന്നു. എത്ര നാൾ കൊണ്ട് ഡിസ്കിന് തേയ്മാനം ഉണ്ടായിരുന്നു? കുറേ നാളായി ഡിസ്കിന് തേയ്മാനം. ഇന്നലെ എനിക്ക് ഒട്ടും പറ്റണ്ടായില്ല, നടന്നിട്ട് മറിഞ്ഞോണേ. 2 പ്രാവശ്യം ഞാൻ വീഴാൻ പോയിട്ട് ഓടി കസേരയിലിരുന്ന് ഞാൻ പിന്നെ അത് കഴിഞ്ഞ് അടുക്കള വെച്ച് വീഴാൻ പോയപ്പോൾ സ്ലാവമേ കയറി പിടിച്ച്. പിന്നെ എനിക്ക് 2 ആഴ്ച വീട്ടിൽ കിടപ്പായിരുന്നു. ഇല്ല, ജോലി സ്ഥലത്തായിരുന്നു. കിടക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷേ എനിക്ക് ജോലി സ്ഥലം നമ്മുടെ വീട്ടിലെല്ലാം റെസ്റ്റ് എടുക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് ഇരിക്കാനും പറ്റില്ല, കിടക്കാം. ഭയങ്കര കരച്ചില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ജീവിക്കാൻ വേറൊരു വഴികളിൽ ഇതല്ലാണ്ട്. എനിക്ക് 2 ചേട്ടൻ വെച്ചിട്ട് 7 വർഷമായി. ഞാനും ഇങ്ങനെ കുക്കിങ്ങിൻ്റെ ജോലിക്ക് പോകണം. ഞാൻ പറഞ്ഞ കർത്താവ് എനിക്ക് പണിയെടുക്കാൻ പറ്റില്ല, മരിക്കാനെങ്കിൽ നീ എന്നെ അനുവദിക്കുന്ന ഞാൻ പ്രാർത്ഥിച്ചെന്നല്ല. എപ്പോഴാണ് സൗഖ്യമായത്? ഇന്നലെ രാത്രി ഞാൻ പ്രയർ സെന്ററിൽ വിളിച്ചു പറഞ്ഞ് TV-ലും പിന്നെ എൻ്റെ അനിയത്തി ഫോണിൽ കൂടെ പ്രയർ കേൾപ്പിച്ചെന്നു. ആ വീട്ടുകാർ പ്രാർത്ഥന വെക്കൂല, കേൾപ്പിച്ചെന്നാൽ TV-ലെ പ്രോഗ്രാമൊക്കെ കേട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് നടുവേനൊക്കെ വിത്ത്. പിന്നെ ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കെ എനിക്ക് പ്രയറിന് വരാൻ സാധിക്കണം, സാക്ഷ്യം പറഞ്ഞേക്കെ ഇത് കുറയണേന്ന് പ്രാർത്ഥിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. പിന്നെ അത് കണ്ടില്ല. കൈകളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ, ശക്തിയോടെ കൈകളെ അടിച്ചേ. വളരെയധികം ഭാരപ്പെട്ടിരുന്നു. പക്ഷെ ഇന്നലെ രാത്രി പ്രയർ സെന്റർ വിളിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം ഡിസ്ക് പൂർണ്ണമായിട്ട് സൗഖ്യമായി. പിന്നെ അതുപോലെ എൻ്റെ മോളുടെ ഡിസ്ക് പൂർണ്ണമായിട്ട് സൗഖ്യമായി ഇല്ലേ? മറ്റൊരു സാക്ഷ്യം പറയുന്നത് സിസ്റ്ററുടെ മോൾക്ക് പീരിയഡ്സ് നോർമൽ അല്ലായിരുന്നു. കുറേ 20 ദിവസത്തോളമായി ബ്ലീഡിങ് ആയിരുന്നു. ഇതും TV കണ്ടതിന്റെ ഫലമായിട്ട് കിട്ടിയ ഒരു സാക്ഷ്യം തന്നെയാണ്. ഇപ്പോൾ പീരിയഡ്സ് റെഗുലറായി പൂർണ്ണമായിട്ട് അതും സൗഖ്യമായി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു മരുന്ന് കൊടുത്തിട്ട് ഒരു കുറവില്ല. അവിടെ മിനിഞ്ഞാന്ന് എനിക്ക് പരീക്ഷയുണ്ട്, എനിക്ക് നടുവേനുണ്ട്, ഇരിക്കാൻ വയ്യ, വയറുകൊണ്ട് കിടക്കാൻ, എന്ത് ചെയ്യാൻ, എങ്ങനെയെങ്കിലും കൊണ്ടുപോകും. ഞാൻ ജോലി സ്ഥലത്താണ്, അവൾ പഠിക്കണ കോട്ടയത്താണ്. ഞാൻ പറഞ്ഞു നീ പ്രാർത്ഥിക്കണേ. പ്രയർ സെന്ററിൽ വിളിച്ചു പറഞ്ഞ് മൊബൈലിൽ പ്രാർത്ഥന കണ്ടപ്പോൾ അവളുടെ സൗകര്യം ബ്ലീഡിങ് നിന്ന്. അതും പൂർണ്ണമായിട്ട് എന്ത് സന്തോഷത്തോടെ നമ്മൾ നിൽക്കുന്നത്. മകൾക്ക് അത് ഇരിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ശക്തമായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. പക്ഷേ പ്രയർ സെന്ററിൽ വിളിച്ചു പ്രാർത്ഥിച്ചു, കർത്താവ് തൊട്ടു, ഇപ്പം നോർമലാണ് അല്ലേ? പൂർണ്ണമായിട്ട് സൗഖ്യമായി. മറ്റൊന്ന് പേരക്കുട്ടിയുടെ അലർജിയും പൂർണ്ണമായി സൗഖ്യമായി എന്ന് സിസ്റ്റർ സാക്ഷ്യപ്പെട്ടു. ഒരു സൗഖ്യമല്ല, 3 സൗഖ്യമുണ്ടായി. പേരക്കുട്ടിക്ക് അലർജി. എത്ര നാൾ കൊണ്ട് അലർജി ഉണ്ടായിരുന്നു? ഇപ്പോൾ ഒരു 3-4 മാസമായി ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ ഡോക്ടറെ കൊണ്ട് സ്പെഷ്യൽ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുന്നുണ്ട്. അവൾ TV-ലെ പ്രോഗ്രാം കണ്ട് കാണിച്ച് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ പറയുന്നത് അലർജി ഒന്നും ഇല്ലല്ലോ. ഹല്ലേലൂയ. അലർജി ഒന്നും ഇല്ലെന്ന് പറഞ്ഞ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തി. ഡോക്ടർമാർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അത് യേശു പൂർണ്ണമായിട്ട് സൗഖ്യമായി. കരങ്ങൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ പറഞ്ഞേ, ശബ്ദമുയർത്തിക്കൊണ്ട് ഹല്ലേലൂയ പറഞ്ഞേ. എറണാകുളം പബ്ലിക് മീറ്റിംഗ് സീരിയൽ നമ്പർ 21. സിസ്റ്ററുടെ പേര് ഗീത, ആലുവയിൽ നിന്നും വരുന്നു. സിസ്റ്ററും പറയുന്നത് സിസ്റ്ററിന് നടുവേദനയായിരുന്നു. സിസ്റ്റർ കൂലിവേലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പണിക്ക് പോകാൻ ഭയങ്കര പ്രയാസം. സിസ്റ്റർ കഴിഞ്ഞ ദിവസം TV-യിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് കൂലിപ്പണിക്ക് പോയില്ലെങ്കിലും വേണ്ട, കർത്താവിൻ്റെ മീറ്റിങ്ങുകൾ വേലകൾക്ക് പോകണം, അതിനു വേണ്ടി എനിക്ക് എഴുന്നേറ്റ് നടക്കണം, അതിനോടി നടന്ന് കർത്താവിന് വേണ്ടി നിൽക്കണം എന്ന് ആഗ്രഹത്തോട് പ്രാർത്ഥിച്ചു. സിസ്റ്റർ പറയണ പൂർണ്ണ സൗഖ്യമായി എന്ന് സിസ്റ്റർ. പൂർണ്ണമായിട്ട് സൗഖ്യമായി അല്ലേ? എത്ര നാൾ കൊണ്ട് അമ്മയ്ക്ക് നടുവേദന ഉണ്ടായിരുന്നു? ഒത്തിരി 2 കൊല്ലമൊക്കെ ആയി. 2 കൊല്ലമായിട്ട് നടുവേദന കൂടുതലായത് ഈ കഴിഞ്ഞ ജൂൺ മാസത്തിലാണ്. കഴിഞ്ഞ ജൂൺ മാസം മുതൽ നട്ടലിൻ്റെ വേദന കൂടി. അപ്പം തേയ്മാനമാണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് മരുന്ന് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ തന്നത് വേദനയുടെ ഗുളിക മാത്രമാണ്. അങ്ങനെ ഞാൻ 5 ദിവസം മാത്രം ഗുളിക കഴിച്ചുള്ളൂ. പിന്നെ എനിക്ക് പേടിയായി ഗുളിക കഴിക്കാൻ. അങ്ങനെ അത് മാറ്റി വെച്ചിട്ട് ഞാൻ വീട്ടിൽ തന്നെ വെറുതെ കിടപ്പായിരുന്നു. എഴുന്നേറ്റ് ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ വടി വേണമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ കിടന്നു കഴിഞ്ഞപ്പോൾ യാദൃച്ഛ്യമായിട്ട് മോൻ എനിക്ക് TV വെച്ച് വന്ന്. അപ്പം സിസ്റ്റർ പ്രാർത്ഥിക്കണം. അത്ഭുത സൗഖ്യമാണ് ഉണ്ടായിരിക്കുന്നത്. അമ്മയുടെ മുമ്പിൽ യാദൃച്ഛ്യമായി TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റർ പ്രാർത്ഥിച്ചു. നടുവേദനയുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ്. അപ്പോൾ ഞാൻ അപ്പം തന്നെ പ്രാർത്ഥിച്ച് കരഞ്ഞു. 2 കരങ്ങൾ പിടിച്ച് സ്തുതിച്ച് പൂർണ്ണമായിട്ട് സൗഖ്യമായി. TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റർ നമ്മുടെ മധ്യ വന്നിട്ടുണ്ട്. സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തൊട്ടു അത്ഭുത സൗഖ്യമുണ്ടായി. ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞേ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ദൈവജനത്തിൽ എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കി അതിനൊപ്പമായിരിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പിശാച് പലപ്പോഴും ചെവിയിൽ ഓതുന്നതായ വാക്കുകൾ കേട്ടിട്ട്
പലതിലൂടെയും ഇടപെടുന്നതായ ആ ശബ്ദം കേട്ടിട്ട് കർത്താവെ അതിനൊപ്പം ജീവിതത്തെ കൊണ്ടുപോകാതെ ദൈവജനത്തിൽ ഇന്നത് എഴുതിയിരിക്കുന്നു, അതിനൊത്തവണ്ണം ഞാൻ ആയിരിക്കണമെന്ന് മനസ്സിലാക്കി ദൈവജനത്തോടൊപ്പം ജീവിതത്തെ ക്രമീകരിക്കുവാൻ കർത്താവെ ഓരോ വ്യക്തികളെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശുപിജ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. കർത്താവെ, താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രൗൺ കളറിനോട് ചേർന്നിട്ട് ഡ്രസ്സിട്ടിരിക്കുന്ന ഒരു മോളുമായിരിക്കുന്ന കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. കർത്താവെ, ആ മകൾ പരിപൂർണമായും സൗഖ്യമാവട്ടെ അപ്പാ. കർത്താവെ, മരണകരമായ ആ രോഗം യേശുവിൻ്റെ നാമത്തിൽ ആ മകളിൽ നിന്നും നീങ്ങിപ്പോട്ടെ അപ്പാ. യേശുപിജ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നപ്പാ. യേശുപിജ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അലർജിയാൽ ഭാരപ്പെടുന്ന കർത്താവെ ഒരു കൂട്ടം വ്യക്തികളുടെ മേൽ യേശുപിജ, അവിടുത്തെ സൗഖ്യം വ്യാപരിക്കട്ടെ അപ്പാ. യേശുവെ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. യേശുവെ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. യേശുവെ, അവിടുന്ന് ചെയ്തതിനായി നന്ദി പറയുന്നു. കർത്താവെ, താങ്ക് യു ജീസസ്. കർത്താവെ, അമിതമായി മുടി കൊഴിയുന്നതിനെ തുടർന്ന് യേശുപിജ പ്രയാസത്തിലായിരിക്കുന്ന ആ വ്യക്തിനെ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയുടെ മേൽ അവിടുത്തെ സൗഖ്യം വ്യാപരിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുന്ന് ചെയ്തതിനായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നപ്പാ. യേശുപിജ, രോഗികളായിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും അവിടുത്തെ കരം ചലിക്കണമേ അപ്പാ. യേശുപിജ, പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അവിടുത്തെ പ്രവൃത്തി ഉണ്ടായതിനായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ ഇനി കാണുവരെയും കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അവൻ്റെ ചിറയും കീഴിൽ മറച്ചുകൊള്ളട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഞങ്ങളുടെ വിലാസം ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ, കൊല്ലം, കേരള.